അതാണ് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാഹ് അവിടുത്തെ മരണത്തിന്റെ ശേഷം അതാ ഒരു കറാമത്ത് എന്ന നിലക്ക് തന്നെ അതാ അവിടുത്തേക്ക് കിട്ടിയ ഒരാദരവെന്ന നിലക്ക് തന്നെ ഇന്ന് മുസ്ലിയാക്കൾ അത് സമ്മതിക്കുന്നു. ഉമർ മൗലവിയുടെ വിശ്വാസം എന്താണ്? നബിതങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാൻ പാടില്ല. നബിതങ്ങൾ കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് ഉമർ മൗലവിയുടെ വിശ്വാസം എന്താണ്? നബിതങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാൻ പാടില്ല. നബിതങ്ങൾ കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് ഉമർ മൗലവി അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖവും മൂക്കും പൊട്ടിപ്പിടിച്ചാൽ അദ്ദേഹം മരിച്ചു. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹുവിന്റെ റസൂൽ അറബി ഭാഷ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറബി അല്ലാത്തൊരു ഭാഷ അറിയുമായിരുന്നില്ല. അലൈഹി വസല്ലമയെ കുറിച്ച് എം അക്ബർ എന്ന് പറയുന്ന മുജാഹിദ് നേതാവ് പറഞ്ഞു, അറബി പയ്യനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. മൂസാ നബി അല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബി അല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസാ നബി അല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. അതിന്റെ ശേഷം ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോ നമ്മളെ മുസ്ലിയാക്കന്മാരെല്ലാം കൂടിയും ഇറങ്ങി. എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാഗുരുത്തം കെട്ട കുട്ടിയാണെന്നും വാപ്പ മരിച്ചത് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് കേസറ്റിൽ തുടങ്ങി. കേസറ്റ് ഇത് മാത്രമല്ല അർത്ഥം. ഇത് നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറുണ്ടാവാൻ സാധ്യത. നമ്മളുടെ വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മോശപ്പെട്ട കുട്ടി വേറുണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താ, നമുക്കൊരു കുട്ടി ജനിച്ചിട്ട് കച്ചവടമൊക്കെ ഉഷാറായ ഞങ്ങൾ എന്ത് പറയും? ഒരു കുട്ടി ജനിച്ച ദിവസം കച്ചവടമൊക്കെ പൊളിഞ്ഞും പോയാൽ ഞങ്ങൾ എന്ത് പറയും? ഈ ചെക്കൻ ഉണ്ടായതിന്റെ ദിവസമാണ് ഇതെല്ലാം പൊളിഞ്ഞത്. മറ്റോണ്ടായതിന്റെ ദിവസം കച്ചവടമൊക്കെ ഉഷാറായെന്ന് ഓൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, കായപ്പും ചായയും വാങ്ങിക്കൊടുക്കും, അല്ലെ? കായപ്പും ചായയൊക്കെ വാങ്ങിക്കൊടുക്കും. എന്താ, ഓൻ ഉണ്ടായ കാരണത്താലാണ് നമുക്ക് ഒരുപാട് ഖൈർ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സലഫികളുടെ നേതാവായിട്ട് പരിചയപ്പെടുത്തുന്ന മുമ്പര് ആ ഉമർ മൗലവി സൽസബീലിൽ എഴുതിയിട്ടുണ്ടെന്ന്, സൽസബീൽ മാസികയിൽ എഴുതിയിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണക്കാരനാണെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ് എന്നതാ മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി സൽസബീലിൽ എഴുതിയിട്ടുണ്ട്. അത് ശരി തന്നെ.